നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പേഴ്സണൽ സ്പേസ് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ലൂക്കോസ് 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 35 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. ഇത് നമുക്ക് നന്നായി അറിയാവുന്ന ഒരു പാസേജാണല്ലോ. നല്ല ശമരിയക്കാരനെ പറ്റിയിട്ടുള്ളൊരു പാസേജാണ്. ഇതിൻ്റെ 30-ാം വാക്യം ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമഴിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ആദ്യം ഈ വഴിയിൽ കൂടെ വന്നത് ഒരു പുരോഹിതനാണ്. ഈ പുരോഹിതനോ ഈ മനുഷ്യനെ കണ്ട് ഒരു മൈൻഡും ചെയ്യാണ്ട് മാറി കടന്നുപോയി എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നീട് ഒരു ലേവ്യൻ കടന്നു വന്നു. ഈ ലേവ്യനും ഇതേ സെയിം കാര്യം ചെയ്തു. ഈ മനുഷ്യനെ മൈൻഡ് ചെയ്യാണ്ട് മാറി കടന്നുപോയി എന്ന്. പിന്നെ മൂന്നാമത് വന്നതാണ് ഒരു ശമരിയക്കാരൻ. ഈ ശമരിയക്കാരനോ ആദ്യം വന്ന 2 ആൾക്കാർ ചെയ്തതുപോലെ ചെയ്യാണ്ട് ഈ മനുഷ്യനെ കണ്ട് മനസ്സലിഞ്ഞു എന്നാണ് 33-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ ശമരിയക്കാരന് ഈ മനുഷ്യനെ അറിയാമോ എന്ന്. അതുകൊണ്ട് തന്നെ അറിയാത്ത ഒരാളെ സഹായിക്കണമെന്ന് ഒരു നിർബന്ധവും ഇവിടെയില്ല. എന്നിരുന്നാലും ഈ ശമരിയക്കാരൻ ഈ മനുഷ്യനെ സഹായിച്ചു. പ്രിയ ദൈവമക്കളെ, നമുക്കും ഇതുപോലൊരു നല്ല ശമരിയക്കാരൻ ആകാൻ കഴിയുമോ? പലപ്പോഴും നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പേഴ്സണൽ സ്പേസ് വിട്ട് പുറത്തോട്ട് വരുവാൻ നമുക്കിഷ്ടമല്ല. പലപ്പോഴും നമ്മളും നമ്മുടെ ഫാമിലിയും എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉള്ളവരാണ് നമ്മൾ. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് ആ മൈൻഡ് സെറ്റ് എല്ലാം ഒന്ന് മാറ്റാം. നമുക്ക് ക്രിസ്തുവിൻ്റെ മൈൻഡ് സെറ്റ് ധരിക്കാം. ക്രിസ്തുവിൻ്റെ ഭാവം നമുക്ക് നമ്മളിൽ വരുത്താം. ഫിലിപ്പിയർ 2-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണല്ലോ വായിക്കുന്നത്: ദാസരൂപം എടുത്തു മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഹല്ലേലൂയ. നമുക്കും ഇതുപോലെ തന്നെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. നമ്മളിലുള്ള ഞാനെന്ന ഭാവം, അഹങ്കാരം ഇതെല്ലാം ഒന്ന് മാറ്റി നമ്മളെ തന്നെ താഴ്ത്തി ക്രിസ്തുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തി ക്രിസ്തുവിൻ്റെ രൂപവും ഭാവവും നമ്മുടെ അകത്ത് ഈ ദിവസങ്ങളിൽ വരുമാറാകട്ടെ. ലൂക്കോസ് 10:2 നമ്മൾ വായിക്കുന്നു: കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. ഹല്ലേലൂയ. നമുക്കും ഈ കൊയ്ത്തിൽ ഇൻവോൾവ് ആകാം. നമുക്കും കൊയ്യാൻ പോകാം. നമ്മുടെ കംഫർട്ട് സോൺ വിട്ട് നമുക്ക് പുറത്തോട്ട് പോകാം. നല്ലൊരു ശമരിയക്കാരനായി നമുക്ക് ഈ ദിവസങ്ങളിൽ മാറാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.